വികസന നേട്ടവും ജനകീയ പദ്ധതികളും എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ ഇന്ന് 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. വികസിത കേരളത്തിന്റെ പൊൻതൂവലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ജനകീയ സർക്കാരിന്റെ മുഖമുദ്രയായി സാമൂഹ്യക്ഷേമ പെൻഷനും ഉയർത്തിക്കാട്ടുന്ന ഇടത് സർക്കാർ 3ാം തുടർഭരണത്തിനായി കച്ചമുറുക്കി ഇറങ്ങുകയാണ്. അതേസമയം വിവാദങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം. 4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം തുടർഭരണമെന്ന ചരിത്ര നേട്ടത്തിന്റെ തലയെടുപ്പോടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാം സർക്കാർ അധികാരമേറ്റപ്പോൾ പുതുമുഖ മന്ത്രിസഭ എന്ന പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. 21 മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയും കെ രാധാകൃഷ്ണനും AK ശശീന്ദ്രനും കെ കൃഷ്ണൻകുട്ടിയും ഒഴികെ 17 പേർ ആദ്യമായി മന്ത്രിമാർ. ആദ്യ സർക്കാരിന്റെ തുടർച്ചയായി വികസന പദ്ധതികളും ജനക്ഷേമ കർമ്മ പരിപാടികളും അടിസ്ഥാന സൗകര്യവും മുഖമുദ്രയാക്കി മുന്നോട്ടുള്ള യാത്ര. അതിദരിദ്രർ ഇല്ലാത്ത കേരളം പടുത്തു സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർത്ത് ലൈഫ് മിഷനിലൂടെ കൈത്താങ്ങായി ജനകീയ സർക്കാർ എന്ന പ്രതിച്ഛായ കൂട്ടാൻ ശ്രമിച്ചു. പ്രളയവും കോവിഡും തകർത്ത നാടിനെ വികസന കാഴ്ചപ്പാടിലൂടെ ഏറെ മുന്നോട്ട് നയിക്കാൻ നേരിട്ടത് നിരവധി വെല്ലുവിളികൾ. റോഡ് വികസനവും ദേശീയപാത സ്ഥലമെടുപ്പും സ്മാർട്ട് റോഡും കിഫ്ബിയിലൂടെയുള്ള വികസന കാഴ്ചപ്പാടും കയ്യടി നേടി. ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന ചരിത്ര നേട്ടം സർക്കാരിന്റെ ഇച്ഛാശക്തിയായി ഉയർത്താൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും വയനാട് ഉരുൾപൊട്ടലുണ്ടായ ആഘാതത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണവും പുനരധിവാസവും ഇനിയുള്ള 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമോ എന്ന ചോദ്യവും ഉയരുന്നു. തുടർക്കഥയാകുന്ന മനുഷ്യ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിക്കൂട്ടിലാകുന്ന സർക്കാർ മലയോര മേഖലയിൽ നേരിടുന്ന വെല്ലുവിളി ചെറുതൊന്നുമല്ല. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും തെരഞ്ഞെടുപ്പ് വേളയിൽ ഒഴിവാക്കാനാകാത്ത പ്രതിസന്ധിയുണ്ടാക്കുന്നു. 3ാം ഭരണത്തിനായി അങ്കത്തട്ടിലിറങ്ങുമ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും വരിഞ്ഞുമുറുകിയ വിവാദങ്ങൾ നിരവധിയാണ്. മാസപ്പടി കേസും MR അജിത്കുമാറും KM എബ്രഹാമും സഹകരണ ബാങ്കുകളിലെ കോടികളുടെ തട്ടിപ്പും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വീഴ്ചകളും ഉണ്ടാക്കുന്ന തിരിച്ചടികൾ അതിജീവിക്കാനാകുമോ എന്നാണ് അറിയേണ്ടത്. ആൻഫിലിഡ് ഡിസൂസ, അമൃത ന്യൂസ്.